ഈ വീഡിയോയിൽ കാണുന്നത് കേരളത്തിലുള്ള ഇതിപ്പം തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു വൃദ്ധസദനത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഈ പ്രവർത്തനവുമായി നിൽക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, വൃദ്ധസദനങ്ങളിൽ എന്തിനാണ് പോയി പൈസ കൊടുക്കുന്നത്, അവിടെയൊക്കെ അവർക്ക് നല്ല ജീവിതമല്ലേ എന്നൊക്കെ. ഒരിക്കലുമില്ല. ഈ കാണുന്ന വൃദ്ധസദനങ്ങളിലൊക്കെ തന്നെ അവർക്കൊരു ടൈം ടേബിൾ പ്രകാരമുള്ള ആഹാരമാണ്. പ്രത്യേകിച്ച് ഈ ചായ സൽക്കാരം വൈകിട്ട് 4 മണിക്ക് മിക്ക വൃദ്ധസദനങ്ങളിലും കൊടുക്കുന്നത് തേയില, ഒപ്പം റസ്ക്, ബിസ്ക്കറ്റ്, വില കുറഞ്ഞ കാര്യങ്ങൾ. അത് അവരുടെ നടത്തിപ്പുകാരുടെ പ്രശ്നമല്ല. 50-60 പേരുള്ളിടത്ത് ഡെയിലി പാൽ ചായ കൊടുക്കേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കാരണം വയസ്സാകുന്നവരൊക്കെ രോഗികളാകുമ്പോൾ അവർക്ക് മരുന്ന് വാങ്ങിക്കാനാണ് കൂടുതൽ പ്രയോറിറ്റി, അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി. ഒപ്പം അത്യാവശ്യമുള്ള ആഹാരങ്ങൾ മാത്രം കൊടുക്കും. അപ്പോൾ അവിടെയാണ് നമ്മളെപ്പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർ, ഇപ്പോൾ ആൾട്ടൺ ഹെയിം എന്ന സംഘടന പോയിട്ടും ചെയ്യുന്നത് തന്നെ അവർക്ക് കിട്ടാക്കനിയായിട്ടുള്ള നമ്മുടെ നാടൻ ചായയും കടിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇത് ആ വൃദ്ധസദനത്തിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുകയാണ്. ആൾട്ടൺ ഹെയിമിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും കേരളത്തിലുടനീളമുള്ള വൃദ്ധസദനത്തിൽ നടക്കുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക കാര്യത്തിന്, എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിയുടെ ജോലിയുടെ ആവശ്യത്തിന്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമ്മമാർക്ക് നല്ല കണ്ട മുട്ട പപ്സൊക്കെയാണ്. ഈ മുട്ട പപ്സ് ഒന്നും അവർക്ക് ഇത് കിട്ടാൻ വഴിയില്ലെന്ന് വെച്ചാൽ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നും കിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള ഇത് കാണുന്നവർക്ക് ഇതുപോലുള്ള സന്മനസ്സുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം. കാരണം ഈ വൃദ്ധസദനത്തിൽ കഴിയുന്ന അമ്മമാരൊക്കെ എല്ലാവരും കുടുംബമുള്ളവർ തന്നെയാണ്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തവരുണ്ടായിരിക്കും, പക്ഷേ കുടുംബമുള്ളവരുണ്ട്, മക്കളുള്ളവരുണ്ട്, സഹോദരങ്ങളുള്ളവരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, എല്ലാവരെയും കാണണം, എടുക്കണം. പക്ഷേ ഇവരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. 2 കാരണങ്ങളുണ്ട്. ഒന്ന് അവരുടേതായ കാരണങ്ങളായിരിക്കാം. ചിലപ്പോൾ അവരുടെ സ്വഭാവ വൈകൃതം കൊണ്ട് ചില ആൾക്കാർ ഒറ്റപ്പെട്ടു പോകാം. ചിലപ്പോൾ സ്നേഹിച്ചിട്ട് മനഃപൂർവ്വമായിട്ട് തള്ളിക്കളയും. ചിലപ്പോൾ മക്കൾ ദൂരെ പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇങ്ങനെ സഹായിക്കുക, നല്ലൊരു കാര്യം. ഹാപ്പി ബർത്ത്ഡേ ഫ്രിജു മോളെ. ഞങ്ങളെ എല്ലാവരും ഓർത്തതിനും ഇന്നത്തെ ഭക്ഷണത്തിനും ഒക്കെ ഞങ്ങൾ ഒത്തിരി നന്ദി മോളോട് പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ആൾട്ടൺ ഹെയിം ഗ്രൂപ്പിൽ ഓരോ വ്യക്തികളുമുണ്ട്. ഒത്തിരി നന്ദി കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ ജലീലാണ്. ദയ അഗതി മന്ദിരം, മേത്തല, കൊടുങ്ങല്ലൂർ. ഇന്നത്തെ ദിവസം ദയ കുടുംബത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു തന്ന ആൾട്ടൺ ഹെയിം എന്ന വാട്സപ്പ് കൂട്ടായ്മ, കേരളത്തിൽ അങ്ങോളമുള്ള അനാഥ അഗതി മന്ദിരങ്ങളെ ചേർത്ത് നിർത്തുന്ന ഈ കൂട്ടായ്മ ഞങ്ങൾക്കെന്നും ഒരു താങ്ങും തണലുമാണ്. അതിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് എപ്പോൾ കഷ്ടതയും കഷ്ടപ്പാടും വരുന്നു, അപ്പോഴൊക്കെ ഞങ്ങൾക്ക് താങ്ങായി, ഞങ്ങൾക്കെന്നും തണലായി നിൽക്കുന്ന കൂട്ടായ്മയിലെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും. ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങളിത് സ്വീകരിക്കുന്നു. ഇനിയും ഒരുപാട് സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഈ കൂട്ടായ്മക്ക് നല്ല ഉയർച്ചയും അതിലുള്ള അംഗങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൾട്ടൺ ഹെയിം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മീഡിയ കോർഡിനേറ്ററായ അഭിലാഷിൻ്റെയും രേവതിയുടെയും വിവാഹ വാർഷികമാണ് ഇന്ന്. പവിത്രത ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഓൾഡ് ഏജ് ഹോമിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും അവർക്ക് എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുന്നു. ഓൾഡ് ഏജ് ഹോമിലെ എല്ലാ അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഇന്നത്തെ പ്രാർത്ഥന ആരംഭിച്ചത് അഭിലാഷിൻ്റെയും രേവതിക്കും വിവാഹ വാർഷിക ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ്. പവിത്രത ചാരിറ്റബിൾ ട്രസ്റ്റിന് വളരെയധികം സഹായങ്ങൾ നൽകിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ആൾട്ടൺ ഹെയിം. അവർക്ക് ട്രസ്റ്റിൻ്റെയും ഓൾഡ് ഏജ് ഹോമിൻ്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.